എറണാകുളത്ത് നിന്ന് റഹീം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഒരു നിമിഷം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA 23, LDF 15, UDF 11. NDA 23, LDF 15. 7-8 സീറ്റുകളുടെ വ്യത്യാസമാണ് NDA മുന്നിട്ട് നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വളരെ കൗതുകകരമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള BJPക്കാർക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു നമ്പർ ഇപ്പോൾ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. NDA 23 ഇടത്ത് ലീഡ് ചെയ്യുകയാണ്. LDF 15 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. UDF 11 ഇടങ്ങളിലും. അത് NDA നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് കാണണം. അവിടെ 2 ആത്മഹത്യകൾ, മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അതിനകത്ത് ഇൻഫൈറ്റ്സ് അതൊന്നും ബാധിച്ചിട്ടില്ല എന്ന് ഈ ഘട്ടത്തിൽ പറയാം. പക്ഷേ അവിടെ പല നിലക്ക് മാറി മറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇത് സമ്പൂർണ്ണമായോ എന്ന് ചോദിച്ചാൽ ഇന്ത്യ മുന്നണിക്ക് 25 എന്നുള്ളതാണ് സ്ഥിതി. അതുകൊണ്ട് അവസാനം ആരാണ് കോർപ്പറേഷൻ BJP അങ്ങനെ തന്നെയാണ്. നമുക്ക് റഹീമിലേക്ക് പോകാം. റഹീമെ, എറണാകുളത്തെ പൊതുചിത്രം എന്താണ്? കോട്ട തിരിച്ചു പിടിച്ചോ UDF? തീർച്ചയായും UDFന്റെ വൻ തേരോട്ടം തന്നെ നമുക്ക് എറണാകുളത്ത് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. പ്രധാനമായും മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ LDFനെ എങ്ങും എത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ UDFന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. കാരണം UDF എല്ലായിടത്തും തന്നെ ലീഡ് ചെയ്യുന്നു. പ്രധാനമായും LDF ഭരിച്ചിരുന്ന തൃപ്പൂണിത്തുറയിൽ അവിടെ NDA ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു മുനിസിപ്പാലിറ്റിയിൽ പോലും നിലവിൽ LDFന് ലീഡില്ല. അത് വലിയ തിരിച്ചടി തന്നെയാണ്. കൂടാതെ ജില്ലാ പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ 15 ഇടത്താണ് ഇപ്പോൾ UDF ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരിടത്ത് LDFും ഒരിടത്ത് NDAയും. NDA ലീഡ് ചെയ്യുന്നത് തുറവൂർ ഡിവിഷനിലാണ്. തുറവൂർ ഡിവിഷനിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ ജിൻഡോ ജോൺ മത്സരിക്കുന്ന ഡിവിഷനാണ് തുറവൂർ ഡിവിഷൻ. അവിടെ ഇപ്പോൾ NDA ആണ് ലീഡ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ജില്ലയിൽ ഉടനീളം നോക്കുകയാണെങ്കിൽ നമുക്ക് UDFന്റെ തേരോട്ടം, അതായത് ഗ്രാമപഞ്ചായത്തുകളായിക്കോട്ടെ, ബ്ലോക്ക് പഞ്ചായത്തുകളായിക്കോട്ടെ, മുനിസിപ്പാലിറ്റികളായിക്കോട്ടെ, വലിയ രീതിയിൽ തന്നെ UDFന്റെ തേരോട്ടം നമുക്ക് ഈ എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. സനീഷെ, ഈ റഹീം പറഞ്ഞ പോലെ തൃപ്പൂണിത്തുറ നഗരസഭയിൽ NDA 14 സീറ്റുകളിൽ മുന്നേറുകയാണ്. തൊട്ട് താഴെയുള്ള LDFന് 8 സീറ്റ് മാത്രമേ ഉള്ളൂ, UDFന് 5. ഇതിനകത്ത് LDFന് നല്ല തിരിച്ചടിയാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയാവുന്ന ഒരു കാര്യം ഗ്രാമപഞ്ചായത്തിന്റെ കണക്കൂടെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളങ്ങനെ സമ്പൂർണ്ണമായിട്ട് LDFന് തിരിച്ചടിയാണെന്ന് പറയാറായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. പക്ഷേ എങ്കിലും LDF 353 ഗ്രാമപഞ്ചായത്തുകൾ, LDF 353, UDF 309, NDA 30. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കണക്ക് ഇങ്ങനെയാണ്: LDF 71, UDF 63, NDA 1. വലിയ വ്യത്യാസങ്ങളില്ല എന്ന് കാണണം. ജില്ലാ പഞ്ചായത്തിൽ LDF 6, UDF 7. ജില്ലാ പഞ്ചായത്തിൽ 7 ഇടത്താണ് കേട്ടോ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് UDF. LDF 6 ഇടത്തേ ഉള്ളൂ. അവിടെ UDFനാണ് മുൻതൂക്കം. മുനിസിപ്പാലിറ്റിയിൽ നഗരസഭകളിൽ LDF 29, UDF 50, NDA 1. കോർപ്പറേഷനിൽ LDF 1, UDF 4, NDA 1 എന്നതാണ് നില. എല്ലായിടത്തും തദ്ദേശത്തിലെ ത്രിതലങ്ങളിലും എല്ലായിടത്തും UDFന് മുന്നേറ്റമുണ്ട്. ഗ്രാമപഞ്ചായത്തുകളിൽ ഇപ്പോഴും LDF തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ അവിടെ നമ്മൾ വളരെ വിസിബിളായിട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയൊരു മുന്നേറ്റം അവരെ കാണുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും, അല്ല ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും UDFന്റെ മുന്നേറ്റമാണ് നമ്മൾ കാണുന്നത്. റിജിൽ മാക്കുറ്റി ജയിച്ചിരിക്കുന്നു എന്നുള്ളത് അറിയുന്നു സനീഷ്. വളരെ പ്രധാനപ്പെട്ടതാണ്. 713 വോട്ടുകൾക്ക് ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ ഭൂരിപക്ഷം അല്ല, 713 വമ്പൻ ഭൂരിപക്ഷമാണ്. ഞാൻ സത്യത്തിൽ ഈ നമ്മുടെ വാർത്തകളിൽ റിജിൽ മാക്കുറ്റിയെ കാണുമ്പോൾ ആകപ്പാട് ഒരു ടെൻഷൻ പിടിച്ച മുഖമായിരുന്നു ഈ അവസാന സമയത്തൊക്കെ. റിജിലിനെ ഈ പറയുന്ന വിമതന്മാരുടെ സാന്നിധ്യവും എല്ലാം കൂടെ ചേർന്നിട്ട് റിജിൽ തോറ്റുപോകുമെന്നൊരു തോന്നൽ എനിക്കുള്ളിലുണ്ടായിരുന്നു. അത് റിജിലിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അയാളുടെ മുഖമൊക്കെ അവസാനം കാണുമ്പോൾ തോന്നിയിരുന്നത്. പക്ഷേ വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കോർപ്പറേഷനിൽ UDF ഭരണം ഉറപ്പിച്ചു. 31 ഡിവിഷനുകളിലാണ് ലീഡ്. LDF 13 ഇടത്ത്, NDA 8 ഇടത്ത്, ഈ സ്വതന്ത്രർ 3 ഇടത്ത്. അങ്ങനെ തൃശ്ശൂർ ഏതാണ്ട് ഒറ്റയ്ക്ക് UDFന് ഭരിക്കാവുന്ന കാര്യങ്ങൾ വന്നു. അതേസമയം തന്നെ ജിൻഡോ ജോൺ ലീഡ് പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ വർഗീസ് എന്തായാലും തൃശ്ശൂരിലേക്ക് അങ്ങോട്ട് UDFലേക്ക് മാറും. അപ്പോൾ ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. LDFന്റെ ഒരല്പം പിന്നോട്ടിറക്കം, UDFന്റെ വമ്പൻ മുന്നേറ്റം, NDA നല്ല തോതിൽ സാന്നിധ്യം അറിയിക്കുക. എന്താണിപ്പോൾ സംസ്ഥാനത്താകെ നിന്ന് നമുക്ക് ലഭിക്കുന്ന പറയാവുന്ന ഒരു വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ UDFന് വർദ്ധിത വീര്യത്തോടുകൂടി അങ്ങേയറ്റം വലിയ ആവേശത്തോടുകൂടി മുന്നോട്ട് പോകാനാകും എന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അവർ അങ്ങേയറ്റം ശക്തിയോടുകൂടിയാണ് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുക എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ 10-7 വോട്ടെണ്ണൽ ആരംഭിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ നിലക്ക് കാണാവുന്ന സാഹചര്യം വന്നു. LDFന് ഭരണവിരുദ്ധ വികാരമില്ല. ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം തന്നെ ജനം വല്ലാത്ത തോതിൽ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ നിന്ന് ഒരല്പം പിന്നോട്ട് പോകേണ്ടുന്ന, അല്ലെങ്കിൽ അങ്ങനെ ശക്തിയോടുകൂടി പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഈ ഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇനി അങ്ങോട്ട് എന്താണ് സംഭവിക്കാൻ നമുക്കറിയില്ല. പക്ഷേ
വലിയ തോതിലുള്ള മുന്നേറ്റം UDF ഉണ്ടാക്കിയിരിക്കുന്നു. NDAക്കും സന്തോഷിക്കാനുള്ളതുണ്ട്. പക്ഷേ ആകെ തുകയെടുത്താൽ എങ്ങനെയാണ് അവരുടെ നില ഉണ്ടാവുക എന്ന് ഒന്നുകൂടെ പരിശോധിച്ചിട്ട് വേണം പറയാൻ. എന്തായാലും NDAക്കും സന്തോഷിക്കാനുള്ളതുണ്ട്. LDFന് പത്തനംതിട്ട നഗരസഭ നഷ്ടമായി എന്ന ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങളടക്കം, പത്തനംതിട്ട നഗരസഭ LDFന് നഷ്ടമായി എന്നതടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളടക്കം LDFന് തിരിച്ചടിയുടെ വാർത്തകളാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. ഉറപ്പായും